ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ ഞാനും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ വിശേഷങ്ങൾ ചോദിച്ചറിയാനൊക്കെ കുറേ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? എല്ലാവരും എൻ്റെ പുറകെ വന്നാണ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാന്ന് തോന്നുന്നുണ്ട്. കൂടെ നിൽക്കുകയാണ്. നിങ്ങളെൻ്റെ കൂടേക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായി തന്നെ ഇവരും കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളൊരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ ഒക്കെ മുന്നോട്ട് എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഫോൺ പിടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. കൈ ഭയങ്കര വേദന എടുക്കും. എവിടെയും വെച്ചിട്ട് ഫോൺ വീഡിയോ പിടിക്കാനൊന്നും പറ്റില്ല. കാരണം ആത്ത് ഭയങ്കര ജഗ്ഗ കളിയാണ് മക്കൾ. അപ്പോൾ ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് കാരണം ഓരോരു ഒച്ചപ്പാട് ഇതിൻ്റെ അകത്ത് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയ തുറന്നുകൂടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് എടുത്തിട്ട് അടിയാണ്. സൈഡിൽ കൂടെ ഇല്ലെങ്കിലും പോകാമെന്ന് വിചാരിച്ച് ഞാൻ കേട്ടോ. വന്ന് ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. വേറൊന്നല്ല, സന്തോഷങ്ങളും നിങ്ങളെ അറിയിക്കണം, സങ്കടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കണം. അപ്പോൾ എല്ലാ വിഷമവും ഒക്കെ നമ്മൾ വിഷമങ്ങൾ മാത്രം ഇതിൽ കൂടെ പറഞ്ഞാൽ പോരല്ലേ, സന്തോഷവും നിങ്ങളെ അറിയിക്കണമല്ലോ. എന്താപ്പോൾ ഇത് കേൾക്കുന്നുണ്ടോ? ഭയങ്കര ഏതോ ഒരു കിളീൻ്റെ ശബ്ദമാണ്, ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. ഡിസ്റ്റർബ് ചെയ്യല്ലേ, എന്നോട് പൊയ്ക്കോന്ന് ഞാൻ പറയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ വേറെ നല്ല കൂട്ടുകാരെ, ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ബാങ്കിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ അതെല്ലാം റാഹത്തായി. കാരണം നിങ്ങളെ സപ്പോർട്ടാണ്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു വിഷമത്തിൽ നിന്ന് ഞാൻ കരകയറിയത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും തൊഴഞ്ഞേനെ, എന്ത് ചെയ്യണമെന്നറിയാണ്ട് തൊഴഞ്ഞേനെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നോട് സഹകരിച്ചിട്ട് പിന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് നിങ്ങൾ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാനായത് കേട്ടോ. അപ്പോൾ ബാങ്കിൻ്റെ ഇഷ്യൂ ഒക്കെ റാഹത്തായി. അപ്പോൾ കുറേ ആൾക്കാർ വിളിച്ച് ചോദിച്ചിരുന്നു എന്തായി എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ അതിനായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും നമ്മൾ ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കുമല്ലോ, ഇവർക്ക് തന്നെ പറയാനുള്ളൂ എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ പറഞ്ഞതല്ല, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം അൽഹംദുലില്ലാ നമ്മളെ ആ ലോണൊക്കെ ക്ലോസായി. നിങ്ങളെ സഹായം കൊണ്ടും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടും എനിക്കത് ക്ലോസ് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ എന്നെ സഹായിച്ച എല്ലാവർക്കും അള്ളാൻ്റെ പേരിൽ എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രതിഫലം അള്ളാഹ് തരും. കാരണം എനിക്കിപ്പോൾ അങ്ങനെയല്ലേ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇതെവിടെയോ ഭയങ്കരമായിട്ട് മരം മുറിക്കുന്നുണ്ട്, അതിൻ്റെ ഒച്ചപ്പാട് രാവിലെ തുടങ്ങി. ഞാനാവ് പറഞ്ഞപ്പോൾ തോന്നുന്നുണ്ട് അങ്ങോട്ടേക്ക് മാറി തോന്നുന്നുണ്ട്. ആ കിളി കരകരേത് ചെല്ലാണ്. പുറത്തേക്ക് ഇറങ്ങിയത്, അവിടെ ഉള്ളിലാണെങ്കിൽ അത്ര നമ്മളെ വീഡിയോക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അറിയും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് സൗണ്ട് ഇല്ലാന്ന്. ഇത് എൻ്റെ കുഴപ്പമില്ല, ഞാൻ മാക്സിമം എൻ്റെ സൗണ്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ വീഡിയോ എടുക്കുന്ന ഫോണ് അത്രയ്ക്ക് നല്ല സുഖമില്ലാത്തൊരു ഫോണായതുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ കേൾക്കുന്നത് കേട്ടോ. അപ്പം എന്താ പറയാന്ന് വെച്ചാൽ കുറേ ആൾക്കാർ നമ്മളെ തെളിവ് കാണിക്കണം, നമ്മൾ കളവാ പറയുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതാ കണ്ടില്ലേ, അപ്പോൾ ഇതാണ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇതാ കാണുന്നുണ്ടോ അറിയില്ല, ക്ലോസ്ഡ് ആണ്. ഇതാ അങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് എന്നെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കരകയറിയതുകൊണ്ട് തന്നെ നിങ്ങളോട് നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ പിന്നെ സമാധാനമുണ്ട് സപ്പോർട്ട് ചെയ്തതിന്. വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് എന്താ പറയുക, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എന്തെങ്കിലും ചെയ്താൽ തന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കത് രക്ഷയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ മാക്സിമം ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഈ ഒരു കൈ ഭയങ്കര വേദനയാണ്.
വലത്തെ കൈയിൻ്റെ ഇവിടെ ഷോൾഡർ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഫോണിങ്ങനെ പിടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പിടിക്കാൻ. പിന്നെ ഇപ്പോൾ ഇത് എവിടെയും കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ നമുക്ക് വെക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല. പിന്നെ വീട്ടിൻ്റെ ഉള്ളിലാണ് നമ്മളിത് വെക്കുന്നതെങ്കിലോ അപ്പോൾ അത് തലയും കുത്തി താഴെ വെക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥിതിഗതികളാണ്. രണ്ടാളും വരിഞ്ഞ കച്ചറാന്ന് തോന്നുന്നുണ്ട്, കളിയിലാണ്. ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒച്ചപ്പാടിലാണ്. അപ്പം എല്ലാവരും ഉണ്ടല്ലോ, ദയവ് ചെയ്ത് ആരും ഈ വീഡിയോയ്ക്ക് ബാഡ് കമൻ്റ് ഒന്നും അയച്ചു വരരുത്. എല്ലാവരും പിന്നെ നല്ല നിങ്ങളൊരു ഫാമിലി ആയിട്ട് നിങ്ങളൊരു അംഗത്തെ പോലെ എന്നെയും ഈ ഒരു ചാനലിൽ കൂടി ഏറ്റെടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അങ്ങനെ സപ്പോർട്ട് ഒത്തിരി പേരെ സപ്പോർട്ട് ഉണ്ട്, എന്നാലും പറയുകയാണ് സപ്പോർട്ട് ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകണേ? നിങ്ങൾക്കൊക്കെ രാവിലെ ഞാൻ തന്നല്ലേ. ഇത് കുറേ ആൾക്കാർ നമ്മളതല്ല കേട്ടോ, ഈ വരുന്നവരൊന്നും നമ്മളതല്ല, ഇവരൊക്കെ അപ്പുറത്തെ വീട്ടിലുള്ളവരല്ല. ഇവർ കടന്ന് കയ്യേറ്റം ചെയ്യാണ്. പിന്നെ ഞാൻ അവിടെ എപ്പോഴും ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട്, അവർക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആണ് അവർ എങ്ങോട്ട് പോവാണ്ട് ഇവിടെ നിൽക്കുന്നത്. നല്ല വെയിലൊക്കെ തുടങ്ങി. വെയിലാണ് കണ്ടോ, നല്ല കത്തുന്ന വെയിലാണ് കാണുന്നുണ്ടോ, നല്ല വെയിലാണ്. അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങി ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, വെയിലായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനത് എല്ലാവരോടും ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ വീണ്ടും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ചോറും കറിയൊന്നും ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് ആ ഒരു പണിക്ക് കയറണം. ചോറായിട്ടോ, ഇനിയിപ്പോൾ നമുക്ക് ചോറ് വേഗം ആവുമല്ലോ, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ആവാൻ ഭയങ്കര പാടില്ലേ. കറി വെക്കുന്ന കാര്യത്തിലാണ് അടുക്കളയിൽ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കൽ. കാരണം ഇന്നിപ്പോൾ എന്ത് വെച്ച് എന്നത് കഴിഞ്ഞാൽ പഠിച്ചവൻ ഇനിയിപ്പോൾ നാളെ എന്താ കറി വെക്കുക, കറി വെക്കുന്നതിനാണല്ലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരില്ലേ. അപ്പോൾ ഏതായാലും അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. സഹായിച്ചതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും അസ്സലാമു അലൈക്കും.